ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ കൂട്ടത്തോടെ പശ്ചിമ ബംഗാൾ വിട്ടുപോകുന്നു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇപ്പോൾ കാട്ടുതീ പോലെ പടരുകയാണ്. ദ ഐക്കണിക് ട്രോൾസ് പോലുള്ള പേജുകൾ പങ്കുവച്ച ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം കണ്ടത്. എന്നാൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? നമുക്ക് പരിശോധിക്കാം. പശ്ചിമ ബംഗാളിൽ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശികൾ രാജ്യം വിടുന്നു എന്ന അവകാശവാദവുമായാണ് ഈ 36 സെക്കൻഡ് വീഡിയോ പ്രചരിക്കുന്നത്. വർഗീയമായ പരാമർശങ്ങളോടെ പല ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഈ വീഡിയോയുടെ ഓരോ ഫ്രെയിമും പരിശോധിച്ചു. ഇതിൽ സംസാരിക്കുന്ന വ്യക്തി വ്യക്തമായി പറയുന്നത് ഈ ജനക്കൂട്ടം ഒരു തബ്ലീഗ് ജമാഅത്ത് സമ്മേളനമായ ഇജ്തിമായിൽ പങ്കെടുക്കാൻ പോകുന്നവരാണ് എന്നാണ്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ദീപ് ഘോഷ് എന്ന കണ്ടന്റ് ക്രിയേറ്റർ 2026 ജനുവരി 5 ഇതേ വീഡിയോ പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തി. വിശ്വ ഇജ്തിമ 2026 വൻ ജനക്കൂട്ടം എന്നായിരുന്നു അതിൻ്റെ അടിക്കുറിപ്പ്. ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള ധനേഖാലിയിൽ 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജനുവരി 2 മുതൽ 5 വരെ ഒരു ആഗോള ഇജ്തിമ നടന്നിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് മുസ്ലിം വിശ്വാസികൾ ഇതിൽ പങ്കെടുത്തിരുന്നു. പ്രമുഖ ബംഗാളി മാധ്യമങ്ങളായ ആനന്ദ് ബസാർ പത്രികയും ഈ സമയം ഈ മഹാസംഗമത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മതസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ജനക്കൂട്ടത്തെയാണ് അനധികൃത കുടിയേറ്റക്കാർ രാജ്യം വിടുന്നു എന്ന പേരിൽ വ്യാജമായി പ്രചരിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജയവുമായി ഈ വീഡിയോക്ക് യാതൊരു ബന്ധവുമില്ല. ഇത്തരം വ്യാജ വാർത്തകൾ തിരിച്ചറിയുക, പങ്കുവെക്കാതിരിക്കുക. കൂടുതൽ വസ്തുതകൾ അറിയാൻ ഫാക്ട് ഫൈൻഡർ സബ്സ്ക്രൈബ് ചെയ്യുക.